ഒരു ഇതുണ്ട് മിറർ. ശരിക്കും ഈ മിററിന്റെ വുഡൊക്കെ ഇല്ലേ സാധാരണ വുഡല്ല കേട്ടോ, ഇതൊക്കെ എന്തോ ഒരു പ്രത്യേകതയുള്ള വുഡാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ കുറച്ച് ഇത് എന്റെ അമ്മയുടെ മുത്തച്ഛനാണ് കേട്ടോ. ഈ മുത്തച്ഛനും ലീല അമ്മൂമ്മയാണ് അമ്മ ശരിക്കും വളർത്തിയത്. അമ്മയുടെ പാരന്റിങ് മുഴുവൻ ഇവരായിരുന്നു. ഇത് ലീല അമ്മൂമ്മയുടെ അമ്മയും അതെ അമ്മയുടെ ഫാദറും മദറുമായിരുന്നു ശരിക്കും. ഇത് ലീല അമ്മൂമ്മയുടെ അമ്മ. ഈ ഫോട്ടോ കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബെഡിന്റെ അവിടെ നിൽക്കണ പോലെ. ബെഡല്ല, അത് അതിന്റെ പിന്നാലെ ഒരു തുണി ഇട്ടിരിക്കുകയാണ്, കേർട്ടൻ പോലെ. പക്ഷെ ഈ ഫോട്ടോ ഇല്ലേ, ഇത് ഫോട്ടോ എടുത്തതല്ല, ഇത് വരച്ചതാ. പഴയ കാലത്ത് ഫോട്ടോഗ്രാഫി എന്താ പറയാ ഇല്ല, ക്യാമറയും മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അവരൊക്കെ ജീവിച്ചത്. അവർക്കൊന്നും ഡ്രസ്സ് കൂടി ഇല്ല, അവർക്ക് സാരിയോ അല്ലെങ്കിൽ ബ്ലൗസോ അങ്ങനെയൊന്നും ഇല്ല. അവര് ചുമ്മാ ഒരു മുണ്ടിങ്ങനെ കവർ ചെയ്തിരിക്കുക. ഇത് വരച്ചതാ. ഇത് ഫോട്ടോ എടുത്തതല്ല. അവന് ഞെട്ടിപ്പോയി. പഴയ കാലത്തെ ആൾക്കാര് വെൽ ടാലന്റഡ് ആണ് അവന്. ഗൈസ്, ഇങ്ങനെ കൈകൊണ്ട് വരച്ച പഴയ കാലത്തെ ഫോട്ടോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. അത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫോട്ടോസ്. ഞാൻ കുറെ വർഷങ്ങളായി കാക്കൂരിക്ക് വരികയാണ്. ഈ കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു ജനലുണ്ട്, ഇവിടെ. അപ്പൊ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് പെർഫെക്റ്റ്. ഇത് വരച്ചതാണെന്ന് ആരും പറയില്ല. നിങ്ങളും കണ്ടപ്പോ ഇവിടെ ആ പൂക്കളൊക്കെ കണ്ട കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് ഭയങ്കര പഴയ കാലത്തെ ആൾക്കാർ ഭയങ്കര കഴിവുള്ള ആൾക്കാരാ ശരിക്കും. ഇത് വരച്ചതാണെന്ന് പറയില്ല ശരിക്കും. പിന്നെ ഇത് ഡോറുണ്ട്. എവിടെ ഒരു ഡോർ ഉണ്ട്? ഈ മിററിലോ? ചെയ്യാൻ വേണ്ടിട്ട് 2 ഡോറാണ് ഉള്ളത്. ഇതൊന്ന് ഇത് കിച്ചന്റെ അവിടെ ഉണ്ട്. കിച്ചന്റെ അവിടെ ഉണ്ട്. ഇവിടെ നേരെ നമുക്ക് ദൈവ സ്റ്റാൻഡ് ഉണ്ട്. ദൈവ സ്റ്റാൻഡ് അല്ല അമ്മി, ദൈവ റൂം. ആ, ഇത് ആരാന്നറിയാമോ? അല്ല, ദീപം വല്യമ്മ. നമ്മള് അവിടെ ചെന്നൈയിലുള്ള വല്യമ്മയുടെയും വല്യച്ഛന്റെയും ഫോട്ടോ കണ്ടില്ലേ? അതിൽ നമ്മള് ദീപ വല്യമ്മയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണിത്. ഇതും ലീല അമ്മൂമ്മയുടെ വല്യമ്മ വല്യച്ഛൻ അങ്ങനെ ഈ വീട്ടിലെ വലിയ കാരണവന്മാരവരാണ്. നമ്മുടെ ഈ കാക്കൂര് വീട്ടിന്റെ വേറെ ഒരു തറവാട്, വേറൊരു അമ്മൂമ്മ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ വീട്ടിൽ വേറൊരു വീട്, നമ്മുടെ ഇതിന്റെ മുകളിലുള്ള തറവാട്ട് വീട്. ദൈവ സ്റ്റാൻഡ് അല്ല, ഇതെനിക്കറിയില്ല കേട്ടോ, വരച്ചതാണോ ഫോട്ടോ എടുത്താണോ എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഇങ്ങനെയുള്ള ജനലുകൾ നമുക്ക് ഇങ്ങനെ തുറക്കാൻ അത് തുറന്ന് ഇങ്ങനെ നല്ല രസമാണ്. പക്ഷെ ഇപ്പൊ തുറക്കുന്നില്ല, കാരണം തുറന്നോ കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ ശരിക്കും ഇപ്പൊ വെളിയിലെ ആമി ഒരു ബോയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഞാൻ പെയിന്റ് അടിച്ചിട്ട് ഞാൻ വൈകുന്നേരം അവിടെയൊക്കെ പോയിട്ട് തുമ്പിയെ പിടിക്കും. പിന്നെ ഇവിടെ എന്നും പീക്കോക്ക് വരാറുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ദൈവ റൂമാണ്. പിന്നെ ഇത് ദൈവ റൂമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് റൂമാണ്. സെക്കൻഡ് റൂം. ഇവിടെ ഒരു ടിവി ഉണ്ട്. ടിവിക്കൊക്കെ പുരോഗമനം വന്നു, LED TV ആയി. മുമ്പ് ഇവിടെ മറ്റേ കൊട്ടിയാൽ ടിവി ആയിരുന്നു. ഇവിടെ TV ഓൺ ചെയ്ത ചാനൽ വരില്ല. അവനിയുടെ പൊസിഷൻ നോക്കി അങ്ങനെയൊക്കെ ആയി. അപ്പൊ അമ്മമ്മ എന്ത് ചെയ്യും, അങ്ങനെ കൊട്ടി കൊട്ടുമ്പോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആവും. ഇതിലും കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ 2 ആൾക്ക് അങ്ങോട്ട് ഇളക്കും. ശരിക്കും ഉപ്പൊക്കെ കലക്കാന പോലെ 2 ആൾക്ക് ഇങ്ങനെ ഇളക്കിയാ ഓക്കെ. ഇതിപ്പോ തൊടാൻ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയത്ത് ഇവിടെയാണ് അമ്മൂമ്മ കിടക്കുന്നത്. കാരണം അമ്മൂമ്മയുടെ ഇതൊക്കെയാണ്, അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെയാണ് ഇത് കാലിൽ തേക്കുന്ന സാധനങ്ങളും. ഇതുപോലെ തന്നെ ഈ രാത്രിത്തേക്ക് കാണുന്നുണ്ടോ, രാത്രിത്തേക്ക് ഈ ടോർച്ച് കറണ്ട് ഇല്ലാത്ത സമയത്ത് ടോർച്ച് അമ്മക്ക് വെള്ളമോ ബാത്റൂമിലോട്ടൊക്കെ പോവാണെങ്കിൽ ഇവിടെ വെക്കും. പിന്നെ